തൊപ്പിയെ ഭയങ്കര ഇഷ്ടം, തൊപ്പിയുടെ ഭയങ്കര ഫാനാന്ന് കേട്ട് രണ്ടുപേരും. പിന്നെന്താ എന്താണ് തൊപ്പിയെ ഒരു ഇഷ്ടപ്പെടാൻ കാരണം എന്താണ്? എല്ലാവർക്കും ഇഷ്ടം തന്നെയാണ്. കുറെ ആൾക്കാർ ഒരു ജനറേഷൻ വെച്ച് നോക്കിയാലേ ഇഷ്ടമില്ലാത്ത ആൾക്കാരുള്ളൂ. എന്നുവെച്ചാൽ അങ്ങോട്ടേക്ക് ഇങ്ങനെ തന്നെ ആയിരിക്കും. കേരളത്തിന്റെ പോക്കെല്ലാം അങ്ങനെ ആര് വിചാരിച്ചാലും മാറ്റാൻ അങ്ങനത്തെ ഒരു കൾച്ചറോട് വരണം. ഇത് എന്താ ഇതിപ്പോഴും ആ പഴമ ഇതിലിപ്പോ ഡാബിന്റെ പാട്ടൊക്കെ ഇട്ടിട്ടോ പാടുന്നില്ല, റെക്കോർഡ് ഇട്ടിട്ട് എന്തൊക്കെയാ കാണിക്കുന്നത്, അങ്ങനെ ഒരു കൾച്ചറൊക്കെ ഉണ്ട്. അങ്ങനത്തെ അതൊരു ആർട്ടാണ്, അവൻ കാണിക്കുന്നതാണ്. അത് അങ്ങനെയുള്ള ആൾക്കാർ വെച്ചാ പോരെ, അങ്ങനത്തെ ഓഡിയൻസ് വന്നാ പോരെ. അല്ലാതെ വെറുതെ അങ്ങനെ. അതേപോലെ തന്നെ ഇപ്പൊ തൊപ്പി, ഇത് അവന്റെ ഓഡിയൻസിന് എന്താ വേണ്ടത് അവനക്കറിയാം. സോ അവൻ ആ ഒരു സമയത്ത് ഇത് അവൻ ലൈവിലുള്ള സമയത്ത് എന്താ തൊപ്പിയാണെങ്കിലും അല്ലാത്ത സമയത്ത് കുഞ്ഞാതാണ്. ഇപ്പൊ അടിപൊളിയായിട്ട് നല്ല ഇത് അങ്ങനെ ആവണം ശരിക്കും. പ്രോഗ്രാം ഒക്കെ ഒരു കമ്മിറ്റ്മെന്റ്സ് ഇല്ലായിരുന്നു വീട്ടിൽ. തൊപ്പി വെച്ച ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്ന ഒരാളല്ല കാണുക. തൊപ്പി വെച്ചാൽ ഓന്റെ ഒരു ജീവിതം, ഓന്റെ ജീവിതം സോഷ്യൽ മീഡിയ ഞാൻ കണ്ടെടുത്തോളൂ. എന്നുവെച്ചാൽ ഓനിക്ക് വേണ്ടത് സോഷ്യൽ മീഡിയ ഒറ്റയടിക്ക് നമ്മ ഇപ്പൊ ഇത്രയും 1 മണിക്കൂറായിട്ട് ഇരിക്കുന്നില്ലേ, ഇത് നമ്മ ചെയ്യുന്നതിന് വേണ്ടിയാ. അപ്പൊ അതുപോലെ 1 മണിക്കൂർ കൊണ്ട് ചോദിച്ചാൽ അതിന്റെ 10 പൈസ മണിക്ക് വരുന്നുണ്ട്. ലൈവ് പറഞ്ഞാല് എത്രയാണെന്ന് പറയില്ല. കാരണം യൂട്യൂബിന്റെ കണ്ടീഷൻ അനുസരിച്ചിട്ട് ഒരിക്കലും പൈസ പറയാൻ പാടില്ല. അപ്പൊ ഓനിക്ക് ഇഷ്ടം പോലെ വരുന്നുണ്ട്. നിങ്ങൾക്ക് അറിയിക്കുമല്ലോ യൂട്യൂബിന്റെ വരുമാനം. അവർക്ക് അത്രയും ക്ലോസ് സർക്കിൾസ് ഉണ്ടാവും. ഇതേപോലെ കുറെ ആൾക്കാർ മെസ്സേജ് ഓനിക്കൊരു 4 ചുമരിട്ട് നമ്മള്